കർത്തൃദിനം ശ്രേഷ്ഠദിനം ആരാധനക്കൊരു ശുദ്ധദിനം ഹല്ലേലൂയ ഗാനം പാടി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. കർത്തൃദിനം ശ്രേഷ്ഠ ദിനം 105ാമത് വാരാന്ത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിതാവായ ദൈവം ഒന്നുമില്ലാതിരുന്ന ആദിമ ശൂന്യതയിൽ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തിനും അസ്തിത്വം കൊടുത്തു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അനുസരണക്കേടിൻ്റെ ആദ്യ അധ്യായം ആദ്യ മാതാപിതാക്കൾ രചിച്ചപ്പോൾ അവർക്കായി രക്ഷകനെ വാഗ്ദാനം ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പൂർണ്ണരൂപത്തിൽ പ്രത്യക്ഷമായി. കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ സഭ വഴി ദൈവസ്നേഹവും കരുണയും ലോകസമക്ഷം ആവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദരിദ്രന്റെ രോദനത്തിനു മുമ്പിൽ കാതു തുറക്കുവാനും നിസ്സഹായന്റെ നിലവിളിയുടെ മുമ്പിൽ പ്രവർത്തന നിരതരാകുവാനും നമുക്ക് ബാധ്യതയുണ്ട്. ഒരു പടി അരിയിൽ നിന്നും ഒരു പിടി അരി മാറ്റിവെക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുവാൻ ആവശ്യപ്പെട്ട സ്നാപകന്റെ ഗർജനം കാതുകളിൽ അലയടിക്കുന്നില്ലേ? എല്ലാം തികഞ്ഞതിന് ശേഷം ബാക്കി വന്ന ഉച്ഛിഷ്ടങ്ങൾ ദാനം ചെയ്യുന്നതിൽ പുണ്യമില്ല എന്നറിയണം. സ്വന്തം ജീവിതത്തിൽ വേദന അനുഭവിച്ച് പങ്കുവയ്ക്കുന്നതിലേ മൂല്യമുള്ളൂ. തനിക്കുള്ളതെല്ലാം ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയെയല്ലേ കർത്താവ് പ്രശംസിച്ചത്? ലാഭത്തിന്റെ വിഹിതം നേർച്ചപാത്രത്തിൽ വലിച്ചെറിഞ്ഞവരെ അവൻ പരിഗണിച്ചതേയില്ല. ഇല്ലായ്മയുടെ വല്ലായ്മ അനുഭവിച്ചുകൊണ്ട് പങ്കുവയ്ക്കലുകൾ നടത്തുവാൻ നമുക്ക് കഴിയണം. അതിലൊരു വേദനയുണ്ട്. ആ വേദന ഒരു പുതിയ വ്യക്തിത്വം പിറവിയെടുക്കുന്നതിൻ്റെ ഈറ്റുനോവായി കണക്കാക്കാം. സ്നേഹവും കരുണയും കൈകോർക്കുന്നിടത്തെല്ലാം ദൈവം ജനിക്കുന്നു. കരുണ കാണിക്കുന്ന ഭൃത്യനെയും സ്നേഹം ചൊരിയുന്ന ശമറിയാക്കാരനെയും പങ്കുവയ്ക്കുന്ന വിധവയെയുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യം യേശുനാഥൻ അനാവരണം ചെയ്യുകയായിരുന്നു. ഒരേ കിണറിന്റെ തീരത്ത് ഒരുമയോടെ ജലം ശേഖരിക്കുന്ന സ്ത്രീകളിലും സായം സന്ധ്യകളിൽ ഒന്നിച്ചുകൂടി മനസ്സ് പങ്കിടുന്ന വ്യക്തികളിലും ദൈവം ജനിക്കുന്നു. വൃദ്ധനായ മനുഷ്യൻ കടന്നു വരുമ്പോൾ ബസ്സിനുള്ളിലെ സ്വന്തം ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുന്ന യുവാവിലും പാതയോരത്തെ പാവങ്ങൾക്ക് അന്നന്ന് വേണ്ട ആഹാരത്തിന്റെ അംശം പകുത്തു കൊടുക്കുന്ന മനസ്സുകളിലും ദൈവം ജനിക്കുന്നു. ഫാദർ ഡാമിയനും മദർ തെരേസയുമെല്ലാം തങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് മനുഷ്യാവതാരം നടത്തുവാൻ അവസരം കൊടുത്തവരാണ്. പ്രിയമുള്ളവരെ, നമുക്കും ആ ദൈവ കരുണ പ്രവർത്തിപ്പാൻ തക്കവണ്ണം വാതിലുകൾ തുറന്നു കൊടുക്കണ്ടേ? നമുക്കും ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ സാധിക്കണ്ടേ? ഈ സന്ധ്യ ഈ ചിന്തകൾ നിങ്ങളിൽ പരിലസിക്കട്ടെ. ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.